ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിബൺ എംബ്രോയിഡറിയാണ്. ഇപ്പോൾ സാറ്റിൻ റിബൺ കൊണ്ടുള്ള ചെറിയ ഫ്ലവേഴ്സ്. ഇപ്പോൾ ഞാനിവിടെ 2 എണ്ണം ഇത് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 4 പെറ്റൽസുള്ള 4 പെറ്റൽസുള്ള ചെറിയ ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു കുർത്തിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്കാണ്. അപ്പോൾ ഇതിന് ചുറ്റും നമുക്കിത് ഈ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടത് 1 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള സാറ്റിൻ റിബൺ. ഓഫ് വൈറ്റ് ഷെയ്ഡാകാം അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡാകാം. ഇതിലേതെങ്കിലും ഷെയ്ഡിലുള്ള 1 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള സാറ്റിൻ റിബൺ. ഇനി വേണ്ടത് സാറ്റിൻ റിബൺ എംബ്രോയിഡറി ചെയ്യാവുന്ന നീഡിൽ. വളരെ ലോങ് ആയിട്ടുള്ള നീഡിലാണിത്. അപ്പോൾ അതിൻ്റെ ഹോള് വളരെ വലുതാണ്, നല്ല വൈഡായിട്ടുള്ള ഹോളാണിത്. അപ്പോൾ നമ്മുടെ സാറ്റിൻ റിബൺ അതിലൂടെ സുഖമായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പോയിക്കോളും. ഇനി നമുക്ക് നോട്ട് ഇടണം. അതിൻ്റെ ഒരു എൻഡിൽ നമ്മളിതുപോലെ നോട്ട് ഇട്ട് കൊടുക്കാം. ഈ രീതിയിലാണ് നോട്ട് ഇടേണ്ടത്. ഇതുപോലെ ഉള്ളിലേക്ക് എടുത്ത് സാധാരണ നമ്മൾ ത്രെഡ് നോട്ട് ഇടുന്ന പോലെ അതേപോലെ തന്നെ ചെയ്യാം. ഇതുപോലെ ഒരു നോട്ട് ഇട്ട് വയ്ക്കാം. പിന്നെ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫാബ്രിക് കളറാണ്. ആക്രിലിക് കളേഴ്സ്, ഇതുപോലെയുള്ള ഫാബ്രിക് കളറാണ് വേണ്ടത്. ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും കളർ നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാൻ 2 ഫ്ലവേഴ്സ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് 3rd ഫ്ലവർ ചെയ്യാൻ പോവാണ്. ഇതുപോലെ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ അതിലൂടെ നമുക്കിതുപോലെ സൂചി കോർത്തെടുക്കാം. ഇതുപോലെ സാറ്റിൻ റിബൺ ഒന്ന് വലിച്ചു കൊടുക്കണം. ഇനി നമ്മൾ എവിടെയാണ് പെറ്റൽ വരേണ്ടത്, ഇതുപോലെ സാറ്റിൻ റിബൺ മറഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനിതിവിടെ പെറ്റൽ അവിടെയാണ് വരേണ്ടത്. അപ്പോൾ ആ ഭാഗത്തോട്ട് നമ്മൾ ഇതുപോലെ സൂചി കുത്തി കൊടുക്കുക. 4 പെറ്റൽസാണ് ഫ്ലവറിന് വേണ്ടത്. അപ്പോൾ 4 സൈഡിലേക്ക് നമുക്കിത് എളുപ്പമായിട്ട് ചെയ്യാം. ഉണ്ടല്ലേ, ഇതേ രീതിയിൽ ഇപ്പോൾ കൈ ഇതിലൂടെ ഒന്നിങ്ങനെ കോർത്തെടുക്കുക. നമ്മുടെ കൈയിൻ്റെ കൂടെ ഈ സാറ്റിൻ റിബൺ ഒന്ന് കോർത്തെടുത്ത് കഴിഞ്ഞാൽ ആ പെറ്റലിൻ്റെ ഷേപ്പ് ഇങ്ങനെ നല്ല രീതിയിൽ ഷേപ്പ് വരും. ഒരു മുല്ലപ്പൂവിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ, ജാസ്മിൻ ഫ്ലവറിൻ്റെ ഒരു എതള് പോലെ, പെറ്റൽ പോലെയാണിത് വരുന്നത്. അപ്പോൾ ഇതേപോലെ 4 ഭാഗത്തോട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേ പ്രോസസ്സ് തന്നെ. ചിലപ്പോൾ സാറ്റിൻ റിബൺ ഇതുപോലെ തിരിഞ്ഞു പോകും, കാരണം മറഞ്ഞൊക്കെ പോകും. അപ്പോൾ നമ്മളതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഫിംഗറിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ എടുത്തിട്ട് അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് ഇങ്ങനെ വളച്ചു കൊടുക്കണം. അപ്പോൾ അത് ശരിക്കും ഒരു നല്ലൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ വരും. ശരിക്കും ഒരു ജാസ്മിൻ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽ പോലെയാണ് നമുക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് വളച്ചെടുക്കാം. അപ്പോൾ അതിനൊരു പെർഫെക്ഷൻ വരും. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യാൻ പോവാണ്. അതിന് ഞാനിവിടെ ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു ബ്രഷാണ് എടുക്കാൻ പോകുന്നത്. അത് ഒന്ന് ജസ്റ്റ് പെയിൻറ്റിലൊന്ന് ഡിപ്പ് ചെയ്യാം. വളരെ കുറച്ച് പെയിൻറ്റ് മതി, ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്താൽ മതി. ഇത് വെള്ളത്തിൽ നല്ലോണം ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാം. നല്ലോണം ഒന്ന് ഇതേപോലെ നല്ലോണം ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാം. ഇത് ബ്രഷിൽ നല്ലോണം വെള്ളം വേണം, പെയിൻ്റല്ല, നല്ലോണം കുറച്ച് വെള്ളം വേണം അതിൽ. ഇനി ഇത് നമുക്ക് എവിടെയാണോ ഫ്ലവറിൻ്റെ എവിടെയാണോ ഷെയ്ഡ് ചെയ്യേണ്ടത് അവിടെ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ സ്പ്രെഡ് ആയിക്കോളും. എവിടെയാണോ ഇപ്പോൾ സെൻട്രൽ പോർഷനിൽ ഇതുപോലെ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഭംഗിയായിരിക്കും. ഇതേ രീതിയിൽ നമുക്ക് ഇതിനിങ്ങനെ ഷെയ്ഡിങ് കൊടുക്കാം. അതുപോലെ കുറച്ച് പെയിൻറ്റ് ഒന്നും കൂടെ നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഇച്ചിരിയും കൂടെ റെഡിഷ് ആക്കി കൊടുക്കാം. ഞാൻ സെൻറ്ററിൽ കുറച്ച് റെഡ് കളർ കൊടുത്ത് അതിൻ്റെ ബോർഡറിലും ലീഫിൻ്റെ പെറ്റലിൻ്റെ ബോർഡറിലും കുറച്ച് പെയിൻ്റൊക്കെ കൊടുത്ത് നമുക്കിതിനെ ഭംഗിയാക്കാം. ഇത് നമുക്ക് ഏത് ഷെയ്ഡ് വേണമെങ്കിലും എടുക്കാം. വൈറ്റ് സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ട്
ഇതുപോലെ റെഡ് തന്നെ വേണമെന്നില്ല, ഏത് കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. യെല്ലോ കൊടുക്കാം, അങ്ങനെ ഇഷ്ടമുള്ള ഷെയ്ഡ്സ് കൊടുക്കാം. അപ്പോൾ വൈറ്റോ ഓഫ് വൈറ്റോ കളറ് സാറ്റിൻ റിബൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇനി നെക്കിന് ചുറ്റും ഈ ഫ്ലവേഴ്സ് ചെയ്ത് ഇതേപോലെ തന്നെ ഫാബ്രിക് കളർ കൊടുത്ത് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവേഴ്സിൻ്റെയും ഇടയിൽ ഇതുപോലെ ഓരോ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ലീഫ് സ്റ്റിച്ച് നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് മുൻപോട്ട് നീങ്ങിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. 2 ഫ്ലവേഴ്സിൻ്റെ എക്സാക്ട്ലി ഇടയിലല്ല ചെയ്യുന്നത്, ഒരല്പം മുൻപിലേക്ക് നീക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ആദ്യം ഇതുപോലെ 2 സ്ട്രെയിറ്റ് ലൈൻസ് ഇടാം. ഇനി നമ്മൾ അതിനോട് അഡ്ജസൻ്റ് ആയിട്ട് കുറച്ച് സ്ലാൻഡിങ് ലൈൻസ് ചെരിച്ചിട്ട് ചെയ്യാം. ഇതുപോലെ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യാം. ഒരു വി ഷേപ്പ് വരും. ഇതുപോലെ നമ്മൾ താഴത്തോട്ട് കണ്ടിന്യൂ ചെയ്യാം. അധികം സ്പേസ് ഇടാതെ വേണം, കുറച്ച് തിക്കായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോഴേ നമുക്ക് ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് ശരിക്കൊരു പെർഫെക്ഷൻ വരുള്ളൂ. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഞാനിവിടെ ഓരോ ലീവ്സിൻ്റെ ഇടയിൽ ഒരു ഗ്രീൻ കളറിലുള്ള ഷുഗർ ബീഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ഭംഗിയാക്കാനായിട്ട് വേണമെങ്കിൽ ഷുഗർ ബീഡോ സീക്വൻസോ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്.